അപ്പോൾ നമ്മൾ ഏകദേശം രൂപത്തിലാണ് കേട്ടോ. ഇതാ ഈ നീളത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് മുള കേട്ടോ. ഈ നീളത്തിൽ ഇങ്ങനെ 5 പീസ് വരും. 5 പീസ് വന്നിട്ട് ആണ് നക്ഷത്രമുണ്ട്. അത് ഇതുപോലത്തെ 5 5 10 വേണം കേട്ടോ ഇതുപോലത്തെ പീസ്. അപ്പോൾ ഇത് നമ്മൾ നേരെ തുറക്കാൻ പോകണം കൂടിയാ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി നക്ഷത്രം ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പൊ നമ്മൾ എന്തിനെ കൊണ്ടാ ഉണ്ടാക്കുന്നത്? മുളയെ കൊണ്ടാണ് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് നേരെ മുള കൊത്താൻ വേണ്ടി പോയാലോ? മുള എവിടെയാ ഉള്ളേ? പുഴയില്. അപ്പൊ നമ്മൾ നേരെ പുഴയിലേക്ക് പോയി മുള കൊത്തി കൊണ്ടുവരാം. അപ്പൊ കൊണ്ടുവന്നിട്ട് ബാക്കി കാര്യങ്ങള്. ഓക്കെ. അങ്ങനെ നമ്മള് പുഴക്കെത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഓടെ കൊത്തിയാലോ? മുളയല്ല കേട്ടാ, നേരത്തെ മുള കൊത്താൻ പോവാന്നല്ലേ പറഞ്ഞേ, ഓടെയാണ്. നല്ല ലെവലായിട്ടുള്ള കൊത്തിക്കോ കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് പോയ അത് കൊത്തിക്കോ. അതും അതിന്റെ അപ്പുറത്തുള്ള 2 മൂന്നുള്ളൂ കേട്ടോ. കൊത്തട്ടെ. അങ്ങനെ 3 എണ്ണം കൊത്തിയെടുത്തിട്ടുണ്ട് കേട്ടാ. നല്ല നീളമുണ്ട്, അതുകൊണ്ട് 3 എണ്ണം മതിയാവായിരിക്കും. നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മള് മുളയെല്ലാം കൊത്തിക്കൊണ്ടുവരുന്നുണ്ട് കേട്ടാ. മുളയല്ല, ഓട. അപ്പൊ പണ്ടെല്ലാം നമ്മളിങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടാക്കലുണ്ടായിരുന്നു. നമ്മൾ കറണ്ടൊന്നും കിട്ടാത്ത സമയത്തെല്ലാം ഇങ്ങനെ മുളയെ കൊണ്ട് നമ്മൾ സ്റ്റാറിൽ ഉണ്ടാക്കിയിട്ട് കെട്ടി നോക്കുന്നുണ്ട് പണ്ട്. ഇപ്പം പിന്നെ എല്ലാം മാറി, ഇലക്ട്രിക്കലായി, കംപ്ലീറ്റ് LED ആയി. അപ്പൊ നമ്മൾ പണ്ടത്തെ ഒരു സ്റ്റൈലൊരു ഓർമ്മ പുതുക്കൽ നൊസ്റ്റാൾജി കേട്ടാ. ചെറിയൊരു ചെറുതല്ല, കുറച്ച് വലിപ്പം കൂടി ഒരു നക്ഷത്രം ഉണ്ടാക്കുന്നത് നാടൻ രീതിയിൽ. എവിടെയെങ്കിലും നക്ഷത്രം ഉണ്ടാ? ആകലുണ്ടാ? ആക്കിയില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും 3 മുള കൊത്തി കൊണ്ടുവരുന്നുണ്ട് ഓട. അപ്പൊ ഇത് തേച്ചൊന്നും വേണ്ട. നമുക്ക് ഇതിനകത്ത് ലെവൽ നോക്കിയിട്ട് ഒരു 5 പീസ് എടുക്കണം. 5 പീസ് നമുക്ക് ഇത് പുറന്നിട്ടെല്ലാം എടുക്കാം കേട്ടോ. 5 പീസ് ഇതുപോലെ തന്നെ വേണമെന്നില്ല. അപ്പൊ നമുക്ക് തരാം. അപ്പൊ നമ്മൾ ഏകദേശം രൂപത്തിലാണ് കേട്ടോ. ഈ നീളത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് മുള കേട്ടോ. ഈ നീളത്തിൽ ഇങ്ങനെ 5 പീസ് വരും. 5 പീസ് വന്നിട്ട് ആണ് നക്ഷത്രം ഉണ്ടാക്കുക. അത് ഇതുപോലത്തെ 5 5 10 വേണം കേട്ടോ ഇതുപോലത്തെ പീസ്. അപ്പൊ ഇത് നമ്മൾ നേരെ തുറക്കാൻ പോകാം നടത്തിയ കൂടിയാ. അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ സ്റ്റാർ നിലത്ത് വെച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ. സ്റ്റാറിന്റെ പ്ലാക്ക്, മാസ്റ്റർ പ്ലാക്ക്. അപ്പൊ നമ്മൾ ഇതുപോലത്തെ 2 എണ്ണം ഉണ്ടാക്കണം കേട്ടോ. 2 എണ്ണം വെച്ചിട്ടാണ് പരിപാടി. നമ്മൾ സ്റ്റാർ ഒരു മാസ്റ്റർ പ്ലാൻ വരച്ച പോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ റബ്ബർ ബാൻഡ് ആണ് കേട്ടോ. റബ്ബർ ബാൻഡ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റാർ നമ്മൾ റബ്ബർ ബാൻഡ് എടുത്ത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാനാവും. ഇങ്ങനെ ടൈറ്റ് ആക്കുകയും ചെയ്യാം. നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയി കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ്. അപ്പോൾ അടുത്ത ജോയിന്റ് അതെല്ലാം വരുവടോ. അപ്പൊ നമ്മളെ ഇതാണ് വലിപ്പം ഉണ്ടാവും കേട്ടോ നമ്മളെ നക്ഷത്രത്തിന്റെ. അപ്പൊ ഇതുപോലെ തന്നെ ഇനി ഒന്നും കൂടി ആക്കണം, ഇതേ കണ്ടീഷൻ, ഇതേ ലെവലിൽ. എന്നിട്ടാണ് അടുത്ത പരിപാടി. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. സ്റ്റാർ ഒരു ഏകദേശം ഒരു രൂപരേഖ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ, 2 എണ്ണം. അപ്പൊ ഇനി ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ടാണ് അടുത്ത പരിപാടി. അപ്പൊ നമുക്കിത് ഇങ്ങനെ വെക്കാം നിലത്ത്. ഇതിപ്പോ ഏറ്റവും തെറ്റത്ത് മാത്രമേ റബ്ബർ ബാൻഡ് കുടിക്കില്ല കേട്ടാ. ബാക്കിയെല്ലാം ജോയിന്റ് നമ്മൾ ആക്കിയതിന് ശേഷം സെറ്റ് ആക്കും. ഇത് രണ്ടും അതിന് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം. കറക്റ്റ് വരുന്നില്ലെങ്കിൽ കറക്റ്റ് ആക്കണം. അപ്പൊ നമ്മള് 2 സ്റ്റാർ, അപ്പൊ 2 സ്റ്റാറും നമ്മൾ കമ്മാമൽ വെച്ചിട്ടുണ്ട് കേട്ടാ. തിരിച്ചു മറിച്ചു, അതായത് ഇതിൽ പുറന്ന ഭാഗം അടിയിലാണ് കേട്ടോ. അങ്ങനെ അടിഭാഗം അങ്ങനെ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ രണ്ടും കൂടി ആദ്യം ജോയിൻ ചെയ്യും. ഇപ്പൊ നേരത്തെ ഇത് സിംഗിൾ ആയിട്ടാണ് നമ്മൾ റബ്ബർ ബാൻഡ് കുടിക്കിട്ടില്ലേ. അപ്പൊ ഇനി ഇത് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇത് രണ്ടും ജോയിൻ ചെയ്യും. രണ്ടും കൂടി കൂട്ടി ഒന്നിച്ച് ജോയിൻ ചെയ്യും. താൽക്കാലിക നക്ഷത്രമാണ് കേട്ടാ. പണ്ടത്തെ കാലത്തേക്കൂടി തിരിഞ്ഞു നോട്ടാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു ടാസ്ക് അല്ലേ. ടാസ്ക് അല്ല, ഒരു രസം, ഒരു എന്റർടൈൻമെന്റ്. അപ്പൊ അങ്ങനെ നമ്മൾ 2 സ്റ്റാറും ഒന്നിച്ച് കൂട്ടി കെട്ടിയിട്ടുണ്ട് കേട്ടാ. ഇനിയാണ് ഇത് സ്റ്റാർ, ഇപ്പൊ സ്റ്റാർ ആയിട്ടില്ല, ഇപ്പൊ ഒരു സ്റ്റാറിന്റെ എന്താ പറയാ ഫ്രെയിം ആയിട്ടല്ലോ. അപ്പൊ ഇതിന് സ്റ്റാർ ആക്കണ്ടെങ്കിലാണ് അടുത്ത പരിപാടി കേട്ടാ. സ്റ്റാർ നമുക്ക് സ്റ്റാറിന്റെ രൂപം വേണ്ടേ. അപ്പൊ അതിനാണ് അടുത്ത പരിപാടി. ഇനി ഇത് പിടിച്ചേ.
അങ്ങനെ നമ്മളൊരു 21, 2, 3, 4, 5 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ ഓടേന്റെ കഷ്ണം. അപ്പൊ ഇനിയാണ് നമ്മളിത് സ്റ്റാർ ആക്കും. പിടി നമ്മൾ ഒരു പീസ് ഇവിടെ കുത്തി കൊടുത്തിട്ടുണ്ട്. കൊണ്ടാ അടുത്ത പീസ് ഇവിടെ കുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശരിയാക്കാം കേട്ടോ. ഇവിടെ കുത്തി കൊടുത്തിട്ട് കൊണ്ടാ അടുത്ത പീസ് ആവട്ടെ, സാറില്ല, 2 വേണ്ടു. അടുത്ത പീസ് ഇവിടെ കുത്തി കൊടുത്തിട്ട് കൊണ്ടാ പീസ് കൊണ്ടാ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വേണ്ടു. അങ്ങനെ സ്റ്റാറിന്റെ ഏകദേശം ഒരു സ്ട്രക്ചർ ആയിട്ടുണ്ട് കേട്ടോ. സ്ട്രക്ചർ അല്ല, സ്റ്റാറിന്റെ ഫ്രെയിം. അപ്പൊ നമ്മൾ നടുക്കുള്ള പീസ് 4 എടുത്തില്ല കേട്ടോ. 1 ഇട, 2 ഇട, അതുപോലെ തന്നെ 4 ജോയിന്റിനും. അപ്പൊ ഇനി നമ്മളിനി ഒരു കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കും കേട്ടോ. പഴയ ടൈപ്പിൽ, പഴയ രീതിയിൽ തന്നെ. കടയിൽ പോയപ്പോ അതിപ്പോ പുതിയതായിട്ടൊന്നും വരുന്നില്ല. അത് മാത്രമല്ല, ഇപ്പൊ എല്ലാവരും തുണി എല്ലാം അടിക്കുന്നു, തുണി വെച്ചിട്ട്. അതല്ല, ഇതുപോലത്തെ ഫ്രെയിം അല്ല ഇപ്പൊ. ഫ്രെയിം വെച്ചാൽ നമ്മളെ സ്ക്വയർ പൈപ്പിന്റെ ഫ്രെയിമാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പൊ അത് വർഷങ്ങൾ എടുത്ത് അതിന്റെ തുണി മാറ്റിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു കുറച്ച് ബാക്കോട്ട് പോയതാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ ഒരു ക്രിസ്മസിനൊക്കെ. അപ്പൊ നമുക്കിനി കളർ പേപ്പർ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി കൊടുക്കാം കേട്ടോ. തുണി വേണ്ടിക്ക് തുണി എടുക്കാം, അല്ലെ വേറെ പ്ലാസ്റ്റിക്കിന്റെ നല്ല തിളങ്ങുന്ന ടൈപ്പിലെല്ലാം കിട്ടാനുണ്ട്. അപ്പൊ അതെല്ലാം വേണ്ടി അതാക്കാം. ഉള്ളിൽ ലൈറ്റെല്ലാം കടിച്ചു കൊടുത്താൽ രസം ഉണ്ടാവും. അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒരു വീഡിയോ എന്ന രീതിയിൽ മാത്രം എടുത്തിയാണ് ഇതിന്റെ ഫ്രെയിം ഉണ്ടാക്കലും കാര്യങ്ങൾ. അപ്പൊ നമുക്കിതൊന്ന് കിടത്തി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നാല് കുത്തി കൂട്ടിക്കാനാവും അല്ലേ? എത്തൂലേ പേപ്പർ? നടുക്ക് വെള്ളി ഒട്ടിക്കാം അല്ലേ? വളരെ ശ്രദ്ധിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. പേപ്പറാണ് വേഗം കയറി പോകും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു പിടിക്കും. കൊടുക്കാം. രാത്രി നമുക്ക് LED ഇട്ട് അടിപൊളിയാക്കാം. അങ്ങനെ നമ്മൾ ഒരു സൈഡ്, ഫ്രണ്ട് സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കേട്ടാ. അതിന് സൈഡെല്ലാം ഒന്ന് കവർ ചെയ്യണം കംപ്ലീറ്റ്. ക്രോസ് പീസ് അങ്ങനെ നമ്മളെ സ്റ്റാർ ഒരുവിധം ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആകുന്ന പോലെ ഫുള്ള് പണിയെടുത്ത് നമ്മള് വൈകുന്നേരം ചായ കുടിക്കുന്നതിന് മുന്നേ തുടങ്ങിയതാ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ തുടങ്ങി, ചായ കുടിച്ച്, പിന്നെ ഇത് ഇപ്പൊ രാത്രി ഭക്ഷണവും കഴിച്ച്, എന്നിട്ട് പണി തീർന്നിട്ടില്ല. ചെറിയ പണിയും കൂടി ഉണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ ഇതിന്റെ കോർണറിൽ മുളേന്റെ അറ്റം കാണുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് വെള്ള പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെണ്ട് പോലെ ആക്കി കേട്ടാ. അതുപോലെ എല്ലേനും അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ പപ്പാഞ്ഞിക്ക് എന്തായാലും വെള്ളയും ചുവപ്പും ഉണ്ടല്ലോ. അപ്പൊ ചെറിയൊരു ബോർഡർ കൂടി ഒരു വെള്ളേനെ കൊണ്ട് വൈറ്റ് കൊടുക്കണം. എന്തായാലും വെള്ള ഇരപ്പട്ടയിലിട്ട് വരുന്ന ആളല്ലേ പപ്പാഞ്ഞി അല്ലേ? അത് മാത്രല്ല ലൈറ്റും എല്ലാം ഇട്ടിട്ട് നമ്മൾ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഇന്ന് കിടന്നുറങ്ങുന്നുള്ളൂ അല്ലേ? അപ്പൊ ഇനി വേഗം നമുക്ക് ഈ ബോർഡറും കൂടി ഒന്ന് വൈറ്റ് ഒട്ടിക്കാം കേട്ടാ, എന്നിട്ട് കാണിക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ബോർഡറിലല്ല, നമ്മൾ ഈ ഫ്രെയിമില്ലേ, ഓടേന്റെ ഫ്രെയിമിന് വരുന്ന സ്ഥലത്ത് നമുക്കിങ്ങനെ ഇതുപോലെ വെള്ളി ഒട്ടിച്ചു കൊടുക്കാം. കട്ടം ചെയ്യണ്ട, ഏതായാലും നിങ്ങൾ തന്നെയല്ലേ. ഇത് അപ്പൊ നമ്മള് ലൈറ്റെല്ലാം ഓഫ് ആക്കിയോണ്ടാ കേട്ടോ ഒരു വെളിച്ചക്കുറവ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇപ്പൊ സമയത്തിനായി നമ്മള് സന്ധ്യക്കല്ല, വൈകുന്നേരം 5 മണിക്ക് തുടങ്ങിയതാ. ഇപ്പൊ സമയം 10 മണിയായില്ലേ? ഇപ്പൊ രാത്രി 10 മണിയായി കേട്ടാ. അതിലേക്ക് ഭക്ഷണം കഴിക്കാൻ റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇങ്ങനെ ഫെവിക്കോൾ തീർന്ന് ഫെവിക്കോൾ വാങ്ങാൻ പോയി. ഞായറാഴ്ച ആയതുകൊണ്ട് അടുത്തുള്ള കടയില്ല, അപ്പുറത്തെ കടയിൽ പോയി മേടിച്ച് ചെറുതും. എല്ലാവർക്കും നമ്മുടെ ധ്വനി D4 ഫാമിലിയുടെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഹാപ്പി ക്രിസ്മസ്. ബൈ ബൈ.